കത്തുന്ന വേനലിൽ കിതച്ച് ക്ഷീരമേഖല. വേനൽ ചൂട് അതികഠിനമായതോടെ പാലുൽപാദനത്തിൽ വലിയ കുറവുണ്ടായതും പശുക്കളിലെ ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ക്ഷീര കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതിനൊപ്പം കാലിത്തീറ്റ ഉൾപ്പെടെയുള്ളവയുടെ വില വർധനവും പച്ചപ്പുല്ല് കിട്ടാക്കനിയായതും കർഷകർക്ക് ഇരട്ട പ്രഹരമാവുകയാണ്. ഇതുവരെയില്ലാതെ ചൂട് 38 ഡിഗ്രി 40 ഡിഗ്രിന് മുകളിൽ ചൂട്. പിന്നെ പശുക്കൾക്ക് കതപ്പ് കണപ്പ് തീറ്റ എടുക്കുന്നില്ല. പാല് ചില നേരെ പകുതിയായി. അത്രയും ചൂടാതെ ഇവിടെ അനുഭവപ്പെടുന്നു. ഇടക്കിടക്ക് അസുഖവും കാര്യങ്ങളും ഡോക്ടർ വരേണ്ട അവസ്ഥയാണ്. തീറ്റേന്റെ പൈസ കൂടി പോയി വരുന്നത് സങ്കടങ്ങളാന്ന് പറയുന്നത്. ഒരു ആള് പറഞ്ഞ കഥ ഞാൻ പറയാം. ഞാൻ പശുവിനെ വിറ്റിട്ട് തൊഴിലുറപ്പിന് വന്നാന്ന് പറഞ്ഞത്. അതിനെക്കാട് എന്നുവെച്ചാൽ റിസ്ക് ഇല്ല. 1 ലിറ്റർ പച്ചവെള്ളത്തിന് 20 രൂപ 30 രൂപയുണ്ട്. 46 രൂപ ലിറ്റർ പാല് കിട്ടുന്നു. കുരങ്ങ് പാമ്പിനെ പിടിച്ച സ്ഥിതിയാണ്. ഇത് നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല. പശുക്കൾ അതികഠിനമായ ചൂട് താങ്ങാനാവാതെ കിതയ്ക്കുമ്പോൾ ഉൽപാദന ചെലവ് താങ്ങാനാവാതെ ക്ഷീര കർഷകരും കിതയ്ക്കുകയാണ്. ജനങ്ങൾ ഈ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞു പോവുക. ചൂട് ഭയങ്കര പ്രശ്നം. പിന്നെ പശുക്കൾക്ക് കതപ്പ് കണപ്പ്, പിന്നെ പാലിന് വില കുറവ്, അസുഖങ്ങൾ. ഓരോ വർഷവും കടം കൂടുക എന്നല്ലാണ്ട് ഒന്നും ഇതിനെ കൊണ്ട് മെച്ചമൊന്നും കിട്ടുന്നില്ല. 7 വർഷം മുമ്പേ തുടങ്ങുമ്പോൾ കടലപ്പിണ്ണാക്കിന്റെ വില 38 രൂപയായിരുന്നു. ഇപ്പോൾ 60-70 ആയി. പാലിന് വില കൂടുകയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. ചൂട് വലിയതായിട്ട് നമുക്ക് ബാധിക്കുന്നുണ്ട് ഫാമിന്. അപ്പോൾ പാല് ഉൽപ്പാദനങ്ങളെല്ലാം പകുതിയായിട്ട് കുറയുന്നുണ്ട്. ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം വെച്ചാൽ ഇന്നത്തെ ലേബർ ചാർജ്, ഇവരെ തീറ്റേൻ്റെ പൈസ, നമുക്ക് ഇത് മെയിൻ്റനൻസ്. ചൂട് ക്രമാതീതമായി ഉയർന്നതോടെ പാലുൽപാദനത്തിൽ വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഫാമിൽ ഇപ്പം 40-45 ലിറ്റർ പാല് കുറവാണ്. ഒരു പശുവിന് തന്നെ 4-5 ലിറ്റർ പാല് കുറവാണ്. തീറ്റ കൊടുത്തിട്ടൊന്നും പാല് കൂടുന്നില്ല. ചൂടുണ്ട്. ചൂട് പിടിച്ചേക്കാനാന്ന് വെച്ചാൽ, പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കൽ കുറവ്, ഭയങ്കര അണപ്പ്. വേനൽത്തൊന്നും കാര്യമില്ല. കൂടുന്നതെല്ലാം പാല് കുറയുന്നു. എന്നുവെച്ചാൽ പാലിന് വില കിട്ടുന്നില്ല. പിന്നെ ആൾക്കാർക്കെല്ലാം താല്പര്യം കുറഞ്ഞു. ഇതുവരെയില്ലാതെ ചൂട് 38 ഡിഗ്രി 40 ഡിഗ്രിന് മുകളിൽ ചൂട്. പിന്നെ നമ്മളെല്ലാം ഹൈബ്രിഡ് പശുക്കൾ. പിന്നെ അതിനേറ്റവും വലിയ ചൂട് കൊണ്ട് തീറ്റ എടുക്കുന്നില്ല. പാല് ചില നേരെ പകുതിയായി. പ്രസവിച്ച പശുക്കൾക്കാണ് കൂടുതൽ പ്രശ്നം. 10-14 ലിറ്റർ പാല് കറക്കുന്ന പശുവല്ലാതെ ഇപ്പം 18 ലിറ്റർ പാലിനുള്ളൂ. ചൂട് പശുക്കളുടെ പ്രതിരോധ ശേഷിയെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ചൂടിനെ പ്രതിരോധിക്കാൻ കർഷകർ പല വഴിയും തേടുന്നുണ്ടെങ്കിലും ഇതൊന്നും വേണ്ടത്ര ഫലം കാണുന്നില്ല. ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത്. ചൂടിനർപ്പിക്കാൻ വേണ്ടി നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. വാട്ടർ സ്പ്രേ പോലെയുള്ള സംവിധാനങ്ങൾ പശുവിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ അത് ഒന്നും ഇതിനെ കൊണ്ട് ശരിയാകുന്നില്ല. അത്രയും ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ ഫാമിലേക്ക് ഏകദേശം ഒരു 5-10 ലിറ്റർ വെള്ളം വേണം. വെള്ളത്തിൻ്റെ ക്ഷാമമുണ്ട്. ചൂട് കൊണ്ട് പശുക്കൾ ഇതാ ഇപ്പോഴും അണച്ചുകൊണ്ടിരിക്കുക. 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഒരു 5 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ കുളിപ്പിക്കുന്നു. ചണച്ചാക്കിട്ട് പശുവിന്റെ മേലിട്ട് കെട്ടാനാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ കെട്ടുമ്പോൾ എന്താ വെച്ചാൽ ഇത് ഒരു കടിച്ചു വലിച്ച് കുളിച്ചു കളയും. ഞാൻ കുറച്ച് ദിവസം നോക്കിയതാണ്. പിന്നെ അത് അങ്ങനെ ഒരു ഉറപ്പില്ല, നിൽക്കുന്നില്ല കറക്റ്റ്. അതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി. ഫാൻ ഫുൾ ടൈം ഉണ്ട്. കറണ്ട് ഇല്ലാത്ത സമയത്തേ ബുദ്ധിമുട്ടുള്ളൂ. ഫാൻ ഉണ്ടായിട്ടും കാര്യമില്ല. തീറ്റയെടുക്കാനുള്ള വിമുഖത, ക്ഷീണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ പശുക്കളിൽ കണ്ടുവരുന്നുണ്ട്. പശുക്കൾ ചത്തുപോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. തീറ്റയെടുക്കൽ കുറവ്. പിന്നെ ഒന്നാമത് പശുക്കൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇന്നലെ ആയിട്ട് മാനന്തവാടി സ്ഥലങ്ങളിൽ, പിന്നെ ഇവിടെ 2-3 സ്ഥലത്ത് പശുക്കൾ വീണതായിട്ടൊക്കെ പറയുന്നത്. ചത്തുപോകുന്ന അവസ്ഥയിലാണ്. അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നത് ശരീരത്തിന്റെ ചൂട് വർദ്ധിക്കുന്നതിനും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്നതിനും അവ മരണപ്പെടുന്നതിനും കാരണമാകും. ഇതിനെയാണ് നാം ഹീറ്റ് സ്ട്രോക്ക് എന്ന്
പറയുന്നത്. സാധാരണ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് 8ഓളം പശുക്കൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടുള്ളത്. ഇത് ഒരു പരിധിവരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വെയിലുള്ള സ്ഥലങ്ങളിൽ പോയി കന്നുകാലികളെ കെട്ടാതിരിക്കുക, മേയ്ക്കാതിരിക്കുക. ഏത് സമയത്തും കുടിക്കാൻ ശുദ്ധജലം ലഭ്യമായിരിക്കണം. വായുസഞ്ചാരമുള്ള തരത്തിലായിരിക്കണം തൊഴുത്ത്. ഈ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്നതും അതൊക്കെ കാണാം. പക്ഷെ അത് കൂടുതൽ അപകടകരമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഹ്യൂമിഡിറ്റി വർദ്ധിക്കുന്നതിന് കാരണമാവുകയും അവയ്ക്ക് ചൂട് പിന്നെയും കൂടാൻ കാരണമാവും. ഈ പ്രശ്നങ്ങളെല്ലാം കാരണം നട്ടം തിരിയുന്ന ക്ഷീരകർഷകർക്ക് ഇരട്ട പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കാലിത്തീറ്റ ഉൾപ്പെടെയുള്ളവയുടെ വില അനുദിനം കുതിച്ചു വരികയാണ്. വില കൂടുന്നതിനനുസരിച്ച് കസ്റ്റമേഴ്സിന്റെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ 50-100 രൂപ വെച്ചിട്ടാണ് ഓരോ വരവിനും കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചാക്കിനും കടലപ്പിണ്ണാക്കിനെല്ലാം നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ കസ്റ്റമേഴ്സിന്റെ കുറവുണ്ട്. പിന്നെ ഒരു സങ്കടങ്ങളാന്ന് പറയുന്നത് കാരണം ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരും ബുദ്ധിമുട്ട് തന്നെയാണ്. പച്ചപ്പുല്ല് കിട്ടാനില്ല. തീറ്റപ്പുൽ കൃഷിക്കാവട്ടെ വെള്ളത്തിന്റെ ക്ഷാമം വിലങ്ങ് തടിയാവുകയാണ്. ചോളപ്പുല്ലിനും സൈലേജിനുമെല്ലാം പൊള്ളുന്ന വിലയുമാണ്. ഇപ്പോൾ 5, 6, 7 കിലോ 8 കിലോ തീറ്റ വരെ കൊടുക്കണം ഒരു നേരം. പുല്ല്, പച്ചപ്പുല്ല്, അതുപോലെ ഉണക്ക് പുല്ല്, പിന്നെ നമ്മൾ ചോളത്തിൻ്റെ ഉണ്ട്, ഇതെല്ലാം കൊടുത്ത് നല്ല നോക്കലെല്ലാം വളരെ കണ്ടീഷനായിട്ടാണ് നോക്കുന്നത്. പാല് പറഞ്ഞാൽ തീറ്റയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ അത്യാവശ്യം ഈ പറമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു കുറച്ച്, അതിങ്ങനെ അരിഞ്ഞു കൊടുക്കണം. നാടൻ പുല്ലും വളർത്തുപുല്ലും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അമിതമായ ചൂട് കൊണ്ട് എല്ലാം നശിച്ചു. അകിട് നിറഞ്ഞ് പാൽ ചുരത്തി പാൽപാത്രം നിറഞ്ഞാലേ ഞാൻ ഉൾപ്പെടെയുള്ള ക്ഷീരകർഷകരുടെ മനം നിറയൂ. അല്ലെങ്കിൽ കീശകാലിയായി കടക്കണിയിലാവും. ഈ മേഖലയോട് വിട പറയേണ്ടി വരും. ധനസഹായം നൽകിയും വിലക്കയറ്റം തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചും ക്ഷീരകർഷകർക്ക് സർക്കാർ കൈത്താങ്ങേകേണ്ടത് വളരെ അനിവാര്യമാണ്. ക്യാമറമാൻമാരായ രാഹുൽ രാമകൃഷ്ണനും അശ്വന്ത് കോടിയേരിക്കുമൊപ്പം സൂര്യനാവള്ളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.